Okay. Careful, The wild Africa. Welcome to Africa, the wild Africa. നരകത്തിലേക്കാണോ കൊണ്ടുപോകുന്നത് ചോദിക്കരുത്. അങ്ങനത്തെ ഒരു മോസ്റ്റ് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ട്രിപ്പാണ് എടുക്കേണ്ടത്. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു പുതിയ തുടക്കം. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമായിരിക്കും, പുതിയൊരു ലോഗോയൊക്കെ വന്നിട്ടുണ്ട്. ബിയോണ്ട് ദ ബോർഡറിന് പുതിയ ബ്രാൻഡിങ്ങും ഒക്കെ ആയിട്ടുണ്ട്. ഒരാഗ്രഹം കൊണ്ട് ചെയ്യുന്ന കേട്ടോ. അങ്ങനെയല്ല, നമ്മൾ ഏതൊക്കെയാലും ചെയ്യല്ലേ. അപ്പം നമ്മൾ ആഗ്രഹിച്ച പോലെ, കൊതിച്ച പോലെ നമ്മുടെ ഒരു പക്ക ട്രൂ ഓവർലാൻഡിങ് ട്രിപ്പ് വന്നിരിക്കുകയാണ്. ആരൊക്കെയുണ്ട്? We are all here for this adventure. ഞങ്ങൾ ഫാമിലി ആയിട്ടൊരു, ശരിക്കും പറഞ്ഞാൽ ഇച്ചിരി അഡ്വഞ്ചർ തന്നെ. നമ്മൾ നിൽക്കുന്ന ആംബിയൻസ് നിങ്ങൾ കണ്ടില്ലേ? ഇതാണ് ഞങ്ങൾ നിൽക്കുന്ന ആംബിയൻസ്. ഇതാണ് ഞങ്ങളുടെ സാരഥി. ഇനി ഇവനുമായിട്ടുള്ള യാത്രകളാണ്. ഞങ്ങൾ ഒരു വലിയ ജേണിയാണ്, കുറച്ച് അധികം നാൾ നീണ്ടു നിൽക്കുന്ന. ഇത് ഞങ്ങളുടെ വീടാക്കിയുള്ള ഒരു യാത്രയാണ്. എവിടേക്കാണ് പോകുന്നത് സഞ്ജ? We are going in 3 countries and 9 provinces. അതെ, സൗത്ത് ആഫ്രിക്കയിൽ 9 പ്രൊവിൻസസ് ആണ് ഉള്ളത്. നമ്മുടെ സംസ്ഥാനങ്ങൾ പോലെ തന്നെ എല്ലാ തന്നെ. ഇപ്പം ഞങ്ങളുള്ളത് ഞങ്ങൾ താമസിക്കുന്ന വെസ്റ്റേൺ പ്രൊവിൻസ് എന്ന് പറയുന്ന സ്ഥലം, കേപ്പ് ടൗൺ ഒക്കെ അടങ്ങുന്ന വെസ്റ്റേൺ പ്രൊവിൻസിനാണുള്ളത്. അങ്ങനെ ഓരോ പ്രൊവിൻസുകൾ താണ്ടി ഫുൾ പ്രൊവിൻസുകൾ കാണണം. അതുകൂടാതെ സർപ്രൈസിങ് ആയിട്ടുള്ള വേറെ 2 രാജ്യങ്ങൾ കൂടിയുള്ള ഒരു നീണ്ട യാത്രയാണ്. ഡാർലി ഉണ്ട്, സിയാനും ഉണ്ട്, അല്ലടാ? അപ്പോൾ ഞങ്ങൾക്ക് നല്ല ട്രൂ ഓഫ് റോഡർ ആയിട്ടുള്ള വണ്ടിയുണ്ട്. ബിക്കോസ് സാധാരണ കാണിച്ചിരുന്ന സൗത്ത് ആഫ്രിക്ക അല്ല, ഗ്രാമങ്ങളിലേക്കും ക്യാമ്പ് ലൈഫ്, നാഷണൽ പാർക്കുകൾ, ആനിമൽസ്, അതൊക്കെയാണല്ലോ നമുക്ക് ഇന്ത്യയിൽ നോക്കുമ്പോൾ സൗത്ത് ആഫ്രിക്കയെ കൂടുതലും കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിൻ്റെയൊക്കെ കാഴ്ചയാണ്. അപ്പം യാത്രകളുടെ അതിരുകളില്ല ലോകത്തിലേക്ക് ബിയോണ്ട് ദ ബോർഡറിനോടൊപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. Welcome to Beyond Borders. Are you ready? Yes. Okay. അപ്പം എനിക്ക് ഏറ്റവും ഹാപ്പി, ഇവരെല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ജോയിൻ ചെയ്തു. കഴിഞ്ഞ ട്രിപ്പ് ഇവർ എൻജോയ് ചെയ്തു. നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഭയങ്കര നന്ദി. എല്ലാവരും നല്ല കമൻസ് ഒക്കെ തന്നു. അപ്പോൾ ഇവർക്ക് ഒരു ആവേശമായി നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ സെറ്റപ്പൊക്കെ, വണ്ടിയുടെ ഡീറ്റെയിൽസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ കാണിക്കാം. പക്ഷേ ഇന്ന് ഞങ്ങൾക്ക് എത്തിച്ചേരേണ്ട ഒരു സ്ഥലം അതിലും വലിയ ഡേഞ്ചർ ആയിട്ടൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ആദ്യത്തെ ദിവസം തന്നെ ഞങ്ങൾ പോകുന്ന ദ ഹെൽ എന്നറിയപ്പെടുന്ന നരകത്തിലേക്കാണോ കൊണ്ടുപോകുന്നതെന്ന് ചോദിക്കരുത്. അങ്ങനത്തെ ഒരു മോസ്റ്റ് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ട്രിപ്പാണ് എടുക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ നമ്മൾ ടയറിൻ്റെ എയർ അഴിച്ചു വിടണം. നമ്മൾ ടോട്ടൽ ഓഫ് റോഡുകളാണ് ഈ ട്രിപ്പിൽ. ഒരു 60% ഗ്രാവൽ റോട്ടിൽ കൂടെയും നാഷണൽ പാർക്കുകളിലൂടെയാണ് ഡ്രൈവ് ചെയ്യുന്നത്. മേജർ N1 N2 പോലെയുള്ള റോഡുകളിലൂടെ ഡ്രൈവ് ചെയ്യുന്നേയില്ല. കുറേ ചലഞ്ചസ് ഉണ്ട്, പക്ഷേ ഞങ്ങൾ അതിൻ്റെ ഒരു സ്പിരിറ്റിൽ എടുക്കുകയാണ്. പിള്ളേർക്ക് ഇതുവരെ കൊടുക്കാൻ, നമ്മൾ യൂറോപ്പിൽ നിന്നൊക്കെ വന്ന് ഫാമിലി ആയിട്ട് ഇവരൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ എക്സ്പീരിയൻസ് ഇവർക്കും കൊടുക്കണം. നമുക്ക് ഇതൊക്കെ തന്നെ ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. നമുക്കൊക്കെ ചെറുപ്പത്തിൽ യാത്ര ചെയ്യാൻ കുറേ ഭാഗ്യമുണ്ടായി. അതാണ് നമ്മളെ ഒരു യാത്രാ സ്നേഹി, ഒരു യാത്രാ പ്രേമിയാക്കി മാറ്റിയത്. അപ്പം ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് എയർ അഴിച്ചു വിടാം. ഇത്രയും എയറുമായിട്ട് നമുക്ക് ഇനിയുള്ള റോഡിലൂടെ നമുക്ക് പോകാൻ പറ്റില്ല. ഇനി വരാൻ പോകുന്ന ദ ഹെല്ലിലേക്കുള്ള റോഡാണ്. ആ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ അവിടെ ക്യാമ്പ് ചെയ്യണം. അവിടുത്തെ എന്തുകൊണ്ടാണ് ആ സ്ഥലം ദ ഹെൽ ആയി മാറിയത്, അല്ലെങ്കിൽ ഇങ്ങനൊരു അവിടുത്തെ ജീവിതം നരകതുല്യമാണോ എന്നൊക്കെ നമുക്ക് പോയി കാണാം. ഓക്കെ, 3.2 ഉണ്ട് നമുക്ക് കുറച്ച്. ഓക്കെ, 3.2 ഉണ്ട് നമുക്കൊരു. ഓക്കെ ഡാർലി, റെഡി അല്ലേ? കണ്ടിട്ട് പേടിയാണല്ലോ. ഇന്നത്തെ പോകുന്ന സ്ഥലത്തെ കുറിച്ച് വല്ല ക്ലൂ ഉണ്ടോ? അവര് എൻ്റെ കൂടെ വരാൻ റെഡി ആയപ്പോൾ തന്നെ ഞാൻ ആദ്യത്തെ സ്ഥലം തന്നെ എന്നോട് ചോദിച്ചത് അതാണോ, ഇങ്ങനത്തെ സ്ഥലത്തേക്കാണോ ഞങ്ങളെ കൊണ്ടുവന്നത്. അപ്പം ഞാൻ പറഞ്ഞു പോയി നോക്കാമല്ലോ, എങ്ങനെയുണ്ട് അവിടുത്തെ എക്സ്പീരിയൻസ് എന്താണെന്ന് അറിയാം. ഇതൊരു വളരെ റിമോട്ടായിട്ടുള്ള സ്ഥലമാണ്. 4x4 മാത്രം എത്തിപ്പെടുന്ന ഒരു സ്ഥലമാണ്. ഞങ്ങൾക്ക് ഇനി ഒത്തിരി ലേറ്റ് ആവാൻ പറ്റിയല്ല. ഇപ്പം തന്നെ നോക്കി, ഇവിടെ ഒരു മനുഷ്യനില്ല, ഇങ്ങനത്തെ ഒരു സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ സമയം കളയുന്നില്ല, കയറിക്കോ. ഞാൻ ഇനി ഓടിക്കാൻ കേട്ടോ. ഇനിയുള്ള റോഡ് ഞാൻ ഓടിച്ചില്ലെങ്കിൽ ശരിയാവില്ല. അപ്പം
ഞങ്ങൾ ഇവിടം വരെ വന്നതും വീട്ടിൽ നിന്ന് ഇറങ്ങിയതൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ഞങ്ങൾ പെട്ടെന്ന് ഇടാന്ന് വെച്ചാൽ എന്നും കണ്ട ആ വിഷ്വൽസ് നിങ്ങളുടെ മുമ്പിലേക്ക് കാണിക്കണ്ടല്ലോ എന്ന് വെച്ചാൽ ഞങ്ങളുടെ പ്രിപ്പറേഷനും ഇനി വരുന്ന ഈ 3-4 രാജ്യങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങളുടെ താമസവും ഭക്ഷണവും ഞങ്ങളുടെ എത്രയോ കിലോമീറ്ററുകൾ ഒരു 10,000 കിലോമീറ്ററോളം ഡ്രൈവ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ വീടും ഭക്ഷണവും അടുക്കളയും കിച്ചണും ഉറങ്ങുന്നതും എല്ലാം ഇവിടെ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ കിടക്കും, രണ്ടുപേരും. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഇന്ന് ക്യാമ്പിംഗ് സൈറ്റിലെ എല്ലാ വിശേഷമൊക്കെ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, വണ്ടിയുടെ ഡീറ്റെയിൽസും ബാക്കി എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് കാണാം. ഇത് ഒരു 5 സീറ്ററാണ്. അപ്പം പുറകിൽ പിള്ളേർക്ക് ഇരിക്കാം. ഞങ്ങൾ ഇവിടെയുണ്ട്. ഇനി ഈ പറയുന്ന ഇതുണ്ട്, ഈ മല കയറി നരകക്കുഴിയിലേക്ക് ഇറങ്ങണം. അപ്പൊ അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അവിടെ നിന്ന് കാണാം. നിങ്ങളാരും കയറുന്നില്ലേ? വേമയും കയറും, സമയം ഒത്തിരി ആയി. ഓൾറെഡി അവര് റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഞങ്ങളുടെ ബാക്കി പ്രിപ്പറേഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം പറയാം. നല്ലൊരു പ്രിപ്പറേഷൻ വേണ്ട ജേണിയാണ്. ഒത്തിരി കാലം വീട് വിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ പിള്ളേരുടെ കാര്യങ്ങൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ഒരുക്കങ്ങളും എല്ലാം ഞാനിപ്പം പറയുന്നില്ല, നമുക്ക് തുറന്ന് കാണാം. അപ്പോൾ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇത് ടോട്ടലി ഇപ്രാവശ്യം ഞങ്ങൾ റിമോട്ട് വില്ലേജ് സൈഡ്, ഗ്രാമങ്ങളിൽ, നാഷണൽ പാർക്കുകൾ, വൈൽഡ് ലൈഫ്, ക്യാമ്പിങ് സെറ്റപ്പ് എല്ലാം കണ്ടല്ലോ വണ്ടിയുടെ. അപ്പോൾ അങ്ങനെയുള്ളൊരു യാത്രയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സ്ട്രെച്ച് ഒന്നും ഞാൻ അധികം കാണിക്കാത്തത്. അതായത് വീട്ടിൽ നിന്ന് ഞങ്ങളൊരു 5.5 മണിക്കൂറോളം ഇപ്പം ട്രാവൽ ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഈ റോഡിന് ഞാൻ അവിടെ ഇവിടെ ചെറിയ ക്ലിപ്സുകൾ മാത്രമേ നിങ്ങളെ കാണിക്കുന്നുള്ളൂ. നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് ക്യാമ്പ് ലൈഫും വൈൽഡ് ലൈഫും, എങ്ങനെ നമ്മൾ രാത്രി കിടക്കും, വല്ല ആന വരുമോ എന്താണെന്ന്, അതൊക്കെയാണ് ഞങ്ങളെ എക്സൈറ്റ് ചെയ്യിക്കുന്നത്. നിങ്ങൾക്കും അത് തന്നെയായിരിക്കും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ റോഡും അല്ലെങ്കിൽ ഞങ്ങളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രാവലിങ്ങും കാണിക്കാത്തത്. പോകുന്ന സ്ഥലത്തിൻ്റെ ആ സ്ഥലത്ത് നിന്ന് എത്തിപ്പെടണം. ഒത്തിരി രാത്രി ആവാനും പാടില്ല. ഓൾറെഡി അങ്ങോട്ടുള്ള ഡ്രൈവ് ഒത്തിരി ആൾക്കാർ റെക്കമെൻഡ് ചെയ്യുന്നതല്ല. എന്നോട് ഇന്ന് ഒത്തിരി പേര് ചോദിച്ചു, നീ ഫാമിലി ആയിട്ടാണോ അവിടെ പോകുന്നത്, നീ അതിനൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇവിടുത്തുകാർ പോലും അധികം റെക്കമെൻഡ് ചെയ്യാത്തൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. പക്ഷെ നിങ്ങളും ചിലപ്പോൾ ചോദിക്കുമായിരിക്കും, ഒരു ട്രിപ്പ് തുടങ്ങുമ്പോൾ തന്നെ ദ ഹെല്ലിലേക്കാണോ? ഇവിടുത്തുകാർ എന്നോട് ചോദിച്ച ചോദ്യം ഇതാ, ഐ യു സ്റ്റാർട്ടിങ് വിത്ത് ദ ഹെൽ എന്ന് ചോദിച്ചൊരു സംഭവമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഭാഗത്തെ വിഷ്വൽസ് ഞാൻ അധികം കാണിക്കാത്തത്. പക്ഷേ ഞങ്ങൾ ഇന്നത്തെ ക്യാമ്പ് സൈറ്റിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അവിടെ എത്താനുള്ള ആവേശമാണ് ഞങ്ങൾക്ക്. അപ്പം ഇന്നത്തെ ക്യാമ്പ് സൈറ്റിൽ എത്തിപ്പെടണം. അത് ഒത്തിരി ലേറ്റ് ആവാൻ പാടില്ല. അങ്ങോട്ടുള്ള ട്രാവല് ഓൺ റിസ്ക് എന്ന് അവർ നമുക്ക് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. ഞങ്ങൾ ക്യാമ്പ് സൈറ്റ് ബുക്ക് ചെയ്തപ്പോൾ തന്നെ അവർ പറഞ്ഞു, നിങ്ങൾ പ്രോപ്പർ 4x4 ആയിട്ടാണോ വരുന്നത്, പിന്നെ നിങ്ങളുടെ ഓൺ റിസ്കിലാണ് വരേണ്ടത്, ഞങ്ങൾക്ക് പിന്നെ ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് അവർ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒട്ടും സമയം കളയുന്നില്ല. പുറത്തിറങ്ങണ്ട. ഓക്കെ, സിയാനെ അതാരും റോഡ് ക്രോസ് ചെയ്യുന്നുണ്ടോ? ഒരാള് റോഡ് ക്രോസ് ചെയ്ത് പോകുന്നുണ്ടോ? ഓക്കെ, മടുത്തു ആള് റോഡ് ക്രോസ് ചെയ്തപ്പോൾ റെസ്റ്റ് എടുത്തു. ശരിക്കും പറഞ്ഞാൽ ഈ എക്സൈറ്റ്മെന്റ് ആണ് നമുക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറുന്നത്. വെച്ചാൽ പിള്ളേർക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു എക്സ്പോഷർ കിട്ടുന്നില്ല. ഏതൊക്കെയാൽ ഈ യാത്ര ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും യുണീക്ക് ആവുന്നത് ഇതുപോലെയുള്ള ക്യാമ്പ് ലൈഫുകളും നാഷണൽ പാർക്കുകളിലാണ് ഒട്ടുമുക്കാൽ സ്റ്റേ ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ആനിമൽ ഇൻട്രാക്ഷൻ, ആഫ്രിക്കയ്ക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ പിന്നെ പല രാജ്യങ്ങളിലും ആനിമൽസുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ട്രിപ്പായി മാറിക്കൊണ്ടിരിക്കുക. പിള്ളേരുടെ മുഖത്തെ സന്തോഷം കാണുമ്പോൾ നമുക്കിപ്പോൾ തന്നെ എക്സൈറ്റ്മെൻറ്റ്. അപ്പം നമ്മുടെ ടെറൈൻ ഈ ടൈപ്പ് ടെറൈനാണ്. സമയം ഈ കുറച്ച് ഞങ്ങൾ ലേറ്റായിട്ടാണ് കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വന്ന് കയറാൻ പോകുന്ന സ്ഥലം ഒന്ന് കണ്ടു നോക്കിയോ. ഹെല്ലിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ഡ്രൈവാണ്. ശരിക്കും ടോട്ടൽ ഗ്രാവൽ റോഡാണ്, വളഞ്ഞു പൊളഞ്ഞുള്ള വഴിയാണ്. നല്ല എലിവേഷനും ഉണ്ട്. ഇവിടെ ഹെല്ലിൽ എത്തിച്ചേരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചലഞ്ച് തന്നെയാണ്. എന്നാണെങ്കിൽ ആ ചലഞ്ച് ഏറ്റെടുത്ത് നമുക്ക് ഒത്തിരി രാത്രി ആവുന്നതിന് മുമ്പ് നമുക്ക് അവിടെ എത്തിച്ചേരാൻ നോക്കാം. അത് കഴിഞ്ഞ് ടെൻറ്റ് സെറ്റ് ചെയ്ത് ഇന്നത്തെ വിശേഷങ്ങളിലൊക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരാം.
Gamkas Kloof. Traveling time 2 hours. ഇതുവരെ ഉണ്ടായിരുന്ന റോഡ് എന്ന് പറഞ്ഞാൽ ഗ്രേഡർ റോഡായിരുന്നു. പക്ഷെ ഇനിയുള്ളതാണ് ഹെല്ലിലേക്കുള്ള റോഡ്. ഇത് ഇത്തിരി റിസ്കിയാണ്. നമുക്ക് നോക്കാം. ടൈം ഒത്തിരി ലേറ്റ് ആവുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് ഞാൻ അധികം ചിന്തിക്കുന്നില്ല. ചിന്തിക്കാതെ തന്നെ വണ്ടി എടുക്കുവാണ്. എങ്ങനെയാവുന്ന നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇപ്പം എനിക്ക് റോഡ് ക്ലോസ്ഡോ? നമ്മൾ ലേറ്റ് ആയോ എന്താണ്? Go past. Road closed. Dangerous road for 48 kilometers. Use at own risk. റോഡ് ക്ലോസ് എന്നൊരു ബോർഡ് വെച്ചേക്കുന്നത് അതൊരു ടെൻഷനായല്ലോ. വിളിക്കണം. നമ്മൾ ഇപ്പം തന്നെ ഞങ്ങൾ ഒത്തിരി ഇൻലാൻഡിലാണ്. അപ്പം ഈ ഹെല്ലെന്ന് പറഞ്ഞ റോഡ് എപ്പോഴും തന്നെ ബ്ലോക്ക് ആവാറില്ല. അങ്ങനെ അങ്ങോട്ട് അധികം വണ്ടികൾ എത്തിപ്പെടാറില്ല. ആഴ്ചയ്ക്ക് ഇവിടെ നല്ല മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് വല്ലതും റോഡ് വാഷ് ഓഫ് ആയെന്ന് അറിയത്തില്ല. എനിവേ നമുക്കിവിടുന്ന് തിരിച്ചു പോയാലും ഒന്നും ഇവിടുന്ന് പോകാനില്ല. പോകുന്നത്രയും പോയി നോക്കാം. ഇത്തിരി നേരത്തെ നമ്മളിവിടെ എത്തേണ്ടതായിരുന്നു. ഒത്തിരി ലേറ്റ് ആയി. അലി ഓക്കെ ആണോ? ഇവിടെ നെറ്റ്വർക്ക് ഇല്ലല്ലോ, അതല്ലേ പ്രശ്നം. അതെ, ഞങ്ങൾ ഉച്ചയ്ക്ക് മെസ്സേജ് ഇട്ടായിരുന്നു, ഞങ്ങൾ ലേറ്റ് ആവും എന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടായിരുന്നു. പക്ഷെ അന്നേരം ഓക്കെ സി യു ലേറ്റർ എന്നാ പറഞ്ഞു. അപ്പോൾ അവർ നമ്മളോട് ഒരിക്കലും വരണ്ടെന്നോ ഒന്നും പറഞ്ഞില്ല. ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. പക്ഷെ റോഡിന്റെ അവസ്ഥ വളരെ പരിതാപകരമായിട്ട് വരികയാണ്. ഇനി എവിടെയെങ്കിലും ഒരു സെക്ഷൻ വാഷ് ഓഫ് ആയി പോയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ഏതൊക്കെയാലും ഇപ്പോൾ വീഡിയോയിലേക്ക് ശ്രദ്ധിക്കുന്നില്ല. ഏറ്റവും പെട്ടെന്ന് അവിടെ എത്തിപ്പെടാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. അതിനുശേഷം നാളെ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വീഡിയോ ഇവിടുന്ന് ഒറ്റ വഴി മാത്രമേ ഉള്ളൂ തിരിച്ചു വരാൻ വേണ്ടി. നാളെ ഇതിന്റെ ഫുൾ വീഡിയോസും ഞാൻ കാണിക്കാം. പക്ഷെ ആ റോഡ് ക്ലോസ് ടു ദ ഹെൽ എഴുതിയേക്കുന്നത് കണ്ടോടുകൂടി നമുക്കൊരു ടെൻഷനായി. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ എന്തെങ്കിലുമൊക്കെ നോക്കാം. ലെറ്റ്സ് സീ. സ്ലോ ആൻഡ് സ്റ്റഡി. ഓ ഇവിടെ വായു, ഇവിടെ ഈ സൈഡ് ഇടിഞ്ഞു പോയിട്ടുണ്ടല്ലോ. ഇവിടെ ഇടിഞ്ഞു പോയിട്ടുണ്ട്. ആ സൈഡ് കൂട്ടിയെടുക്കാം. ഓ ഇത് ഈ സൈഡ് മേഡ് ഇറ്റ്. ഒരു പ്രശ്നമില്ല, തിരിക്കാൻ സ്പേസ് ഇല്ല. ഈ ഹെല്ലിലേക്ക് റോഡ് വന്നിട്ട് അധികം നാളായില്ല. അതുവരെ പക്ഷേ ഒരു നൂറ്റാണ്ട് മുമ്പേ ഇവിടെ ജനവാസം ഉണ്ടായിരുന്നു. ഒരു നൂറ്റാണ്ട് കാലം റോഡ് പോലും ഇല്ലാതെ അവിടെ ജനവാസം ഉണ്ടായിരുന്നു. അതിനുശേഷം റോഡ് വന്നു. ഇപ്പോൾ ഇതൊരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു ട്രാവൽ ഡെസ്റ്റിനേഷൻ മാത്രമാണ്. പക്ഷേ നെയ്മിനോട് നീതി പുലർത്തുന്ന ആംബിയൻസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതെ, ഏതെങ്കിലും പിന്നെ വണ്ടിയുടെ ട്രാക്ക് ഉണ്ടോ എന്ന് നോക്കിയോ സാൻസി? ഏതെങ്കിലും ടയർ മാർക്ക് ഉണ്ടെങ്കിൽ ആരെങ്കിലും പോയിട്ടുണ്ടെന്ന് അർത്ഥം. ഇത് റിയൽ ലൈഫ് സ്കിൽസ് ആ. കണ്ട റോഡ് ഇവിടെ ഞങ്ങൾ ഹെല്ലിലേക്ക് അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഞങ്ങൾക്ക് 44 മിനിറ്റാണ് കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ നല്ല മഴയുണ്ടായിരുന്നു. ആ മഴയെ തുടർന്നുണ്ടായ കുറെ പ്രശ്നങ്ങളൊക്കെയാണ്. വെയിറ്റ് ചെയ്യാ സൻസിയ, പോവാതെ നമുക്ക് എങ്ങോട്ടാ പോകാൻ പറ്റുന്ന? വേറെ എങ്ങോട്ടും പോകാനില്ല സൻസിയ. ഇത് അല്ലേ ഇതെന്താ വാണിംഗ് വരുന്നത്? എന്നാ അച്ഛാ അത് കേറാൻ പറ്റൂല, നമ്മുടെ വണ്ടി ഒത്തിരി വെക്കല്ലേ. പോകും സൻസിയ. I don't want to go. സൻസിയ, നീ ഇവിടെ നല്ല പിന്നെ നീ എങ്ങോട്ട് പോകും? വേറെ എങ്ങോട്ടാ നിനക്ക് പോകാനുള്ളത്? നമ്മള് അതുകൊണ്ടാണ് ഇങ്ങനത്തെ വണ്ടിയായിട്ട് വരുന്നത്. എന്നാന്നറിയാവോ, നമ്മള് സ്റ്റക്ക് ആയി കഴിഞ്ഞാല് നമുക്ക് ക്യാമ്പ് കിടക്കാനുള്ള സൗകര്യമുണ്ട്, കഴിക്കാനുള്ള ഫുഡ് വെക്കാനുള്ള സ്ഥലമുണ്ട്, നല്ല ബ്ലാങ്കറ്റ് ഉണ്ട്. അപ്പൊ നമ്മള് സുവിശമായിട്ടും കിടക്കും. I am panicking here. The roads are so steep. There's water like melting away the roads. അതൊക്കെ എങ്ങനെയാണ്? That is adventurous life. ഹെല്ലിലേക്ക് എത്തണമെങ്കിലുണ്ടല്ലോ നല്ല ഗ്രാവൽ റോഡിൽ കൂടെ 10-50 കിലോമീറ്റർ പോകണം. നല്ലൊരു ദൂരമുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ചൂസ് ചെയ്ത ടൈം ഇച്ചിരി റോങ് ആയി പോയി. അവിടെയാണ് ഒരു പ്രശ്നം പറ്റിയത്. 39 more minutes. You want to go home? ഇപ്പോഴോ?
ഇറ്റ്സ് ഓൺലി ഡേ 1 സിയാൻ വി ഗോട്ട് ലൈക്ക് ദിസ്. ഇങ്ങനത്തെ ഒത്തിരി ദിവസങ്ങളാണ് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. നമ്മൾ ഇനി പോകുന്ന യാത്ര എല്ലാം ഉണ്ടല്ലോ, ഇതുപോലെ രാത്രിയിൽ ആനിമൽസ് ഒക്കെ ഉള്ള സ്ഥലത്തോടെയൊക്കെ ഇനി നമ്മൾ പോകാൻ പോകുന്നത്. നമ്മുടെ വീടിന്റെ കംഫർട്ടൊക്കെ മാറി. അത് പറഞ്ഞപ്പോ റോഡ് തീർന്നോ? ഇല്ല, ശരി, വെള്ളം ഉണ്ടെന്നേ ഉള്ളു അല്ലേ? വെള്ളം അല്ലേ? വെള്ളമല്ല, വെള്ളം ഡീപ്പല്ലല്ലോ. നാളെ നമ്മൾ സൂപ്പർ ഒരു വേറൊരു സ്ഥലത്ത് പോകുന്നുണ്ട്. അപ്പൊ സിയാന് നമുക്ക് വെള്ളത്തിലൊക്കെ കുളിക്കാനൊക്കെ പറ്റും. വാട്ടർ റീഡിങ് ഒക്കെ ചെയ്യാം കേട്ടോ നമുക്ക് നാളെ. കേട്ടോ, നോ വറീസ് കേട്ടോ. നമുക്ക് ഈ വണ്ടിയിലെല്ലാം ഉണ്ടടാ. നമുക്ക് കഴിക്കാൻ ഫുഡുണ്ട്, ഉറങ്ങാൻ പറ്റും. പിന്നെ എന്നെ വേണം, അമ്മ നിന്റെ കൂടെ ഉണ്ട്. പിന്നെ എന്തിനാ സ്കേഡ്? നീ ബ്രേവ് അല്ലേ? നീ എന്റെ അച്ഛയുണ്ട് അല്ലേ? It's too dark. അത് എന്നാന്നോ, we are going to hell എടാ. We are going to hell. അപ്പം അവിടെ വെട്ടവും ഒന്നുമില്ല. അത് അവിടുത്തെ പ്രത്യേകത എങ്ങനെയാണ്? പല പല സ്റ്റോറികളുണ്ട് എങ്ങനെയാണ് ഇത് ഹെല്ലായി എന്നുള്ളത്. അതിൻ്റെ അകത്തുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി ഞാനിവിടെ ആഡ് ചെയ്യുവാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടുത്തെ ഒരു സെയിങ് ആയിരുന്നു ഈ പറഞ്ഞ പോലെ, പോക്കൃത്രം പിടിച്ച് എന്തോ അടി റോഡ് തീർന്നോ ഓക്കെ. പോക്കൃത്തരം പിടിച്ച പിള്ളേരെയൊക്കെ പിടിച്ച് നമ്മളിപ്പോൾ ഞാൻ തമാശക്ക് പറഞ്ഞ പോലെ തന്നെ, തമാശക്കല്ലായിരുന്നു, ഒരു കാലത്ത് ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ നാട് കടത്തിയിരുന്ന സ്ഥലമാണ് അവരെ ഐസൊലേറ്റ് ചെയ്യിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പം ഈ ഇവിടെ കൊണ്ടുപോയി ഡംപ് ചെയ്ത് കഴിഞ്ഞാൽ പുറം ലോകമായിട്ടുള്ള എല്ലാ കണക്ഷൻസും കട്ടായി പോകും. അതൊരു കൈൻഡ് ഓഫ് ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പം അതിൻ്റെ കൂടെ തന്നെ ഇവരെ ഒരു റിമിഷൻ, അവരെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഇവിടുത്തെ ഒരു ഫേമസ് ആയ ഒരു ആൽക്കഹോൾ ഉണ്ട്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആൽക്കഹോൾ, വളരെ നമ്മുടെ നാട്ടിൽ എന്താ പറയുക, നാടൻ ചാരായം എന്ന് പറയുന്ന പോലത്തെ അത്രയും എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ആൽക്കഹോൾ ഉണ്ടായിരുന്നു. അവർക്ക് ആദ്യ കാലത്തൊക്കെ അത് കൊടുക്കും. അതിനുശേഷം മെല്ലെ അവരെ ഇവിടെ ജോലി ചെയ്യിപ്പിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യിച്ചിട്ട് അവരെ ഇതിൻ്റെ ആ അഡിക്ഷനിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന കുറേ കേസ് ഉണ്ടായിരുന്നു. പിന്നെ കുറേ പേരൊക്കെ ഇവിടെ നശിച്ച് തീർന്നതായിട്ടൊരു സ്റ്റോറി പറയുന്നുണ്ട്. അങ്ങനെ എല്ലാ രീതിയിലും പല പല രീതിയിലാണ് ഈ സ്ഥലത്തിന് ഹെല്ലെന്ന് പേര് വന്നേക്കുന്നത്. ഒറ്റൊരു പ്രശ്നമുള്ള, മഴ പെയ്ത് കിടക്കുന്നതുകൊണ്ട് ഒത്തിരി വെള്ളം കെട്ടിക്കിടപ്പുണ്ട് റോഡിൽ. അപ്പോൾ പടിൽ അങ്ങനെ വന്നിട്ട് നമ്മൾ ചെളിക്കകത്ത് താഴ്ന്നു പോയാലാണ് ഈ സമയത്ത് പാട്. മൊബൈൽ റിസപ്ഷൻ ഒന്നുമില്ല, അതാണ് വേറൊരു രസം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യമുള്ളൂ, ടെൻറ്റ് ഓപ്പൺ ആക്കുക. ഡാലി എന്നെ ഒന്നും മിണ്ടാത്തേ, ഡാലി എന്നോട് അപ്സെറ്റ് ആയെന്ന് തോന്നുന്നു. എത്തുന്നില്ല താഴെ, അതുകൊണ്ടല്ലേ നമുക്ക് 35 more minutes ഉണ്ട്. അതെ അല്ലേ, ഡാലി എന്നോട് ഇത്തിരി അപ്സെറ്റ് ആയിരിക്കുകയാണ്. അങ്ങനെ പിള്ളേർക്ക് പേടി വന്നപ്പോൾ അമ്മയ്ക്കും ചെറിയ പേടി വന്നോന്ന് എനിക്കൊരു സംശയം. നമ്മൾ ഇന്ന് നമ്മളിപ്പോൾ 2 മണിക്കൂറായില്ലേ നമ്മൾ ആ ഇൻട്രോ പറഞ്ഞെടുത്തുന്ന. നമ്മൾ ഒരു വാഹനം, വേറൊരു വണ്ടി പോലും നമ്മൾ കണ്ടിട്ടില്ല. ഇതങ്ങനെ ഒത്തിരി ആളുകൾ വരുന്ന സ്ഥലമോ അങ്ങനെയൊന്നും അല്ല. ഒരു സീസണൽ ടൂറിസ്റ്റ് പ്ലേസ് ആണ്. അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആളുകൾ മാത്രം വരുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. അയ്യോ സജ, റൈറ്റിൽ വലിയ ക്ലിഫ് ആട്ടോ. താഴോട്ട് നോക്കണ്ട. It's in dark deepness. But it's more scary in dark. രാത്രി ആയതുകൊണ്ട് ഞങ്ങൾ ആ വഴിച്ചാലും ഇത് മാത്രമേ കാണുന്നുള്ളൂ. അതന്നെ ബാറ്റ്സ് അല്ലേ സഞ്ജ? ബാറ്റ്സ്. I didn't know bats were real. അത് ബാറ്റ്സ് ലൈറ്റ് ഉള്ളപ്പോൾ ലൈറ്റിലേക്ക് അട്രാക്റ്റഡ് ആവും. അതറിയാവോ നിങ്ങൾക്ക്? കണ്ടോ, അതാ പോകുന്നു. നാളെയാണ് നമ്മൾ ഈ റോഡ് കാണാൻ പോകുന്നത്. അയ്യോ, I'm scared. Are we even going the right way? There's only one way, Sanjay, to the hell. Luckily we can't see the cliff right now, but tomorrow morning. Acha, careful, please drive carefully. അമ്മ ഓടിക്കുന്നോ? Oh no. I promise. അവിടെ ഒന്ന് എത്തിയാ മതി എന്നല്ലേ? Whatever, something safe. ഇതെന്നാ Sanjay? ഒരു ബ്രിഡ്ജ് അല്ലേ? We need strength. So long. ബാറ്റ് വരുന്നുണ്ട്, ബാറ്റ്. You saw it, Siane? I can't see anything. Am I blind? I can see your window. I'm scared. I never seen a bat. I thought it was fake. I saw his wings. Slow water. Run, okay, deer. Deer അല്ല. Deer അല്ല. Okay. Stop. Hello.
They are in the light. ഇനി അവർക്ക് പുറത്തു പോകാൻ പറ്റില്ല. You see, they are trapped. What? See, they can't go out of the light stream. You see, they stand. Careful, Acha. Why can Acha, where did you drive? Yeah, they go on that way. Okay. Why can you not get out of the light? See, there's a. Acha, Sian has a question. Yes, yeah. See, there's a. If it's a straight road, especially in a straight road, there's a 2 lines അല്ലേ. നമുക്ക് 2 ലൈറ്റ് അല്ലേ ഉള്ളത്, ഹെഡ് ലൈറ്റ്. അപ്പൊ അതിന്റെ 2 ബീം ഉണ്ട്. ഇപ്പൊ കണ്ടില്ലേ, 2 ബീം ഉണ്ട്. So when they turn this side, then they think the car is coming from this side. Then they turn to the other side again. There's other light beam. So they get stuck in the middle. അങ്ങനെയാണ് അവര് വണ്ടിക്ക്. അപ്പൊ നമുക്ക് വണ്ടി സ്പീഡിൽ അങ്ങനെ ഓടിക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ വണ്ടിയുടെ അടിയിൽ പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അവർ സ്റ്റക്ക് ആവുന്നത്. That's scary. Not scary. I mean, like, you have to be careful and keep your eyes open even at this door. വഴിയുണ്ടല്ലേ. So dark. ഇതൊക്കെ ചെറുത്. നമ്മള് ഹിപ്പോയെ കാണാൻ പോലെ, ഹിപ്പോയും റൈനോയും ഒക്കെ കാണണം. അതാണ് ഈ ട്രിപ്പിന് എന്റെ റൈനോ ആണ് എന്റെ ഈ ട്രിപ്പിലെ ഹൈലൈറ്റ്സ് കേട്ടോ. പക്ഷെ അതിന് നമ്മള് ഈ രാജ്യത്ത് പോരാ, വേറെ രാജ്യത്ത് പോകണം. That's a fun fact. Do you know what's the most dangerous animal? You'll What? never guess it. ഹിപ്പോ. No, a mosquito. മോസ്കിറ്റോ. It carries a disease, especially the female, because female only eats blood. പക്ഷെ പിന്നെ ഏറ്റവും കൂടുതൽ മരണം, ഡെത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ഹിപ്പോ ഉണ്ട്, ക്രൊക്കഡൈലും ഉണ്ട്. Hippo is really strong. Rhinos are the firefighters of Africa or the forest. I must say they are the firefighters of because of their feet. Yeah. So Because they run on it. in olden days ഇപ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഇതുപോലെ അഡ്വഞ്ചർ ആയിട്ട് നമുക്ക് കാട്ടിലൊക്കെ പോയി താമസിക്കണം എന്ന് വിചാരിച്ചോ. ഇവിടെയുള്ള ആൾക്കാർ, നമ്മുടെ നിന്റെ കൂടെ ഒക്കെ പഠിക്കുന്ന ആൾക്കാരുടെ പേരൻസ് ഒക്കെ ഉണ്ടല്ലോ, അവര് കാട്ടിലൊക്കെ പോയി ഇങ്ങനെ നൈറ്റില് പിന്നെ ഇങ്ങനെ സ്റ്റേ ചെയ്യും. അപ്പൊ ആന വരാതിരിക്കാൻ വേണ്ടി അവര് ഫയർ ഇടും. അപ്പൊ ഫയർ കണ്ട ആന വരികയല്ല. സെയിം ടൈം റൈനോ വന്നിട്ട് അത് പിന്നെ കെടുത്തും. വന്ന് അവരുടെ കാല് വെച്ചിട്ട് അവര് ഫയർ കെടുത്തി കളയും. അങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ സംഭവം ഉണ്ട്. പക്ഷെ റൈറ്റിൽ ഒരു വലിയ സംഭവം നടക്കുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് നോക്കുന്നേ ഇല്ല. അങ്ങനെ Road close ആയാച്ചാ? റോഡ് ക്ലോസ് ആയിട്ടില്ലെന്ന് തോന്നുന്നു. നോക്കാം. It looks closed from here. ജസ്റ്റ് വൈൽഡ് ബുഷ്. Swimming അല്ല ഇപ്പൊ പ്രശ്നം, വണ്ടി ഇറങ്ങുന്നു. നോക്കട്ടെ. ഫിഷ് ആണോടാ? നീ ഫിഷിനെ കണ്ടോടാ? ഫിഷ് അല്ലടാ, അത് ഫിഷ് ഉണ്ടല്ലേ? ഓക്കെ ദാറ്റ്സ് ഫൈൻ. പക്ഷെ റോഡ് മുമ്പോട്ട് കാണിച്ച സംബന്ധിച്ച് മുകളിലോട്ട് കാണിച്ച റോഡ് ഉണ്ടോ നോക്കാം ആദ്യം. ഫിഷ് അവിടെ നിൽക്കട്ടെ. ഫിഷ് കാണാൻ പറ്റുന്നുണ്ടോ? ഫിഷ് അല്ല പ്രശ്നം, റോഡുണ്ടോ? ഓക്കെ. Sorry fishes. That's all I'm going to tell you. Blame the driver. I did not do anything. He's guilty. റോഡ് തീർന്നു. ഇത് മുകളിൽ ഹില്ല സഞ്ച, മുകളിലോട്ട് നോക്കി. മുകളിലോട്ട് നിങ്ങൾക്ക് കാണാൻ. Where are we supposed to go? ലൈറ്റ് അടിച്ച് കാണിച്ച സഞ്ച. നമുക്ക് ലൈറ്റ് ഉണ്ട്. ഡാർലി മറ്റേ ലൈറ്റ് ഉണ്ട്. ഇതുകൊണ്ട് ഇതിന്റെ തൊട്ട് മുകളിൽ വലിയൊരു മലയാ. നമ്മള് ഹെല്ലിൽ എത്താനായോ? അമ്മച്ചി. Now he gets my words. സഞ്ച മെല്ലെ ഇറങ്ങണം. പടിലാണല്ലോ, ഞാൻ സ്പീഡിൽ പോവാട്ടോ. Go. Speed. ഓക്കെ ഡാർലി, ഇനി പോയിട്ട് കുക്ക് ചെയ്യാൻ എങ്ങനെയാ? നമുക്ക് നല്ല നൂഡിൽസ് ഉണ്ടാക്കി കഴിക്കാം അല്ലേ? അല്ല, ഇനി ഇഷ്ടംപടി ദിവസം കിടക്കുമല്ലേ. നമുക്ക് കഞ്ഞി വെക്കാനും ഫ്രൈ ഉണ്ടാക്കാനും ഒക്കെ ദിവസങ്ങളുണ്ട്. ഇന്ന് നമുക്ക് ഒത്തിരി ലേറ്റായി. പിന്നെ ഇത് വളരെ റിമോട്ടായിട്ടുള്ള ഒരു സ്ഥലമാണ്. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ഇനി നമ്മൾ കുക്കിങ്ങിനൊക്കെ നിന്ന് കഴിഞ്ഞാൽ ബാക്കി ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് ഡിസ്റ്റർബൻസ് ആയിരിക്കും. ശരിക്കും പറഞ്ഞാൽ നാളെ നമ്മൾ ഈ റോഡിൽ കൂടെ ഡ്രൈവ് ചെയ്യുമ്പോഴാണ് നമ്മൾ പേടിക്കുന്നത്. ഇതിലാണോ ഇന്നലെ രാത്രി നമ്മൾ ഡ്രൈവ് ചെയ്തതെന്ന് തോന്നുന്ന പോലത്തെ സ്ഥലമാണെന്ന് തോന്നുന്നു. ഇപ്പം നമ്മൾ ആ റോഡിൻ്റെ ആ ടയറിൻ്റെ വീൽപ്പാട് മാത്രം നോക്കിയാണ് പോകുന്നത്. ഓക്കെ. ഇതുകൊണ്ട് എഡ്ജ് കണ്ടോ, ഒന്ന് സ്കിഡ് ആയിട്ടുണ്ടെങ്കിൽ പോയി. അല്ല, ഞാനൊന്ന് 4H എൻഗേജ് ചെയ്ത് ഇറക്കുവാണ്. വെച്ചാൽ നമുക്ക് അറിയത്തില്ല, റോഡ് ഒത്തിരി സ്റ്റീപ്പ്. നമുക്ക് സാധാരണ ഇതിന്റെ സറൗണ്ടിങ്സ് എങ്ങനെയാണെന്ന് അറിയത്തില്ല. നമുക്ക് എത്ര വലിയ കുന്ന, എത്ര വലിയ ചെരുവ, അല്ലെങ്കിൽ എത്ര വലിയ ഇറക്കമാണ് നമ്മൾ ഇറക്കുന്നത് നമുക്ക് അറിയാത്തതുകൊണ്ട് നമ്മൾ ആ 2H ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ചവിട്ടിയാൽ കിട്ടില്ല. അത് മാത്രമല്ല, എഡ്ജ് കണ്ടിട്ട് പേടിയാവും. താഴോട്ട് വല്ല ക്ലിഫ്, ലൈറ്റ് ഇങ്ങനെ പോകുന്നതല്ലാതെ നമുക്ക് കാണുന്നില്ല. അപ്പൊ ഞാനത് ഇച്ചിരി ഒന്ന്
ഒരു ഗ്രിപ്പ് കൂടുതൽ കിട്ടാൻ വേണ്ടി നോക്കി ഇത് വലിയ ക്ലിപ്പ് കേട്ടോ, നമുക്ക് ആകെ കാണുന്നത് കാണാൻ പറ്റുന്നില്ല എന്താണ്. നാളെ കാണിക്കാം നോക്കേ. ഡോക്ക് ഒത്തിരി കാണാൻ പറ്റില്ല. ഞാൻ ഒന്ന് 4H അല്ല 2H ഇറക്കുവാണ്. പക്ഷേ ഇവിടെ നമുക്ക് 4H ടെറൈനൊക്കെ വരുന്നുണ്ട്, നമുക്ക് എല്ലാം ചെയ്യാം. എങ്ങനെയുണ്ട് ഫസ്റ്റ് നൈറ്റ് സൻസ്യ? No. I promise you, Acha. In my head, I'm like, why did you have to choose this spot? സൻസ്യ നമ്മൾ റോഡ് കോൺസെൻട്രേറ്റ് ചെയ്യാം കേട്ടോ. ഇനി നോക്കി ഇവിടെ വീതി ഇല്ല തീരെ. Okay. Acha, please be careful and come closer to the mountain. Don't go near the edge. അപ്പോൾ ആരും ഇങ്ങോട്ടൊന്നും എത്തിപ്പെടാൻ ചാൻസ് ഇല്ല. ആരെങ്കിലും ഹെല്ലിലേക്ക് വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മൈ റെക്കമെൻഡേഷൻ നിങ്ങളൊരു 3 മണിയൊക്കെ ആകുമ്പം ഇവിടെ എത്തണം. ഞങ്ങളും ശരിക്കും പറഞ്ഞാൽ ഒരു 3 o'clock. My recommendation, don't come for your own safety. It's your own risk. Let's see. Okay, ഇങ്ങോട്ട് കാണിക്കാം. Careful, Acha. Yo, Acha, please move up. നമ്മുടെ എഞ്ചിൻ തൊടുവോ അച്ഛാ? അത് കുഴപ്പമില്ല സൻസ്യ, അത് കുഴപ്പമില്ലേ. അതാണ് ടയോട്ട ഹൈലക്സ്. ഇവിടെയൊക്കെ വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട്, നമുക്ക് നാടൊക്കെ നിർത്താം. ഇപ്പം നമ്മള് വ്യൂ പോയിന്റ് നിർത്താൻ പോയാൽ ചിലപ്പോൾ നമ്മൾ താഴത്തെ വ്യൂ. I'm getting on, Acha. ഫൈനലി ഞങ്ങൾ ഹെല്ലിന്റെ എൻട്രൻസിലേക്ക് എത്തി കേട്ടോ. എഴുതിയിട്ടുണ്ടോ? Okay. It says to 16. ശരിക്കും ഹെല്ലെന്ന് പറഞ്ഞാൽ ഹെല്ല് തന്നെയാണ്. ഞങ്ങളുടെ ഡിസിഷൻ ചെറുതൊക്കെ കുറേയൊക്കെ തെറ്റു പറ്റി എന്ന് പറയേണ്ടതായിട്ട് വേണം. ഞാൻ ഇതുണ്ടോ 4x4 ഫുൾ എൻഗേജ് ചെയ്തിട്ടാണ് ലാസ്റ്റ് സ്ട്രെച്ച് ഇറക്കിയത്. ശരിക്കും ഒരു മനുഷ്യനുമില്ല, ഒരു വണ്ടി ഞങ്ങൾ കഴിഞ്ഞ 100 കിലോമീറ്റർ അടുത്ത് ഒരു വണ്ടി കണ്ടിട്ടില്ല. അത്രയും റിമോട്ടായിട്ടുള്ളൊരു സ്ഥലമാണ്. എന്നാണെങ്കിലും പിള്ളേരുടെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒത്തിരി 100 ചോദ്യങ്ങൾ. അച്ഛാ പിന്നെ ഇന്നത് സംഭവിക്കുമോ, ഇന്നത് വരുമോ, അവരുടെ ഇമാജിനേഷൻ, നൈറ്റിനെ കുറിച്ചുള്ള പേടി, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങളൊക്കെ ആയിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എങ്ങനെയാണ് വണ്ടി വെക്കുന്നതെന്നൊന്നും ഒരു ഐഡിയ ഇല്ല, പക്ഷെ കുഴപ്പമില്ല. We arrived. Finally. Me being happy to breathe and knowing we are at the place we're supposed to be. അപ്പോൾ ഞങ്ങൾ ടെൻ്റൊക്കെ സെറ്റ് ചെയ്ത് ഓക്കെ. എന്നാ കുക്കിംഗ് ഞങ്ങളിവിടെ വന്നപ്പോൾ ഒത്തിരി ലേറ്റായി, അതുകൊണ്ട് സ്വാഭാവികമായിട്ടും പെട്ടെന്ന് കഴിക്കാനുള്ള പരിപാടികളിലേക്ക് കിടക്കുകയാണ്. വേറെ ഒന്നുമില്ല, കോഫിയും പിന്നെ നൂഡിൽസും. എങ്ങനെയുണ്ട് സിയാനെ ക്യാമ്പിങ് എക്സ്പീരിയൻസ്? അവർക്ക് പിള്ളേർക്ക് ടെൻറ്റ് സെറ്റ് ചെയ്യാനുള്ള ഒരു തിരക്കും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം ടെൻറ്റിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ ആയിട്ട് ഞാൻ നാളെ കാണിക്കാം. ബാക്കി എങ്ങനെയാണ് ഞങ്ങൾ ടെൻറ്റ് സെറ്റാക്കിയതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നാളെ കാണിക്കാം. വളരെ വിജനം, വളരെ ക്വയറ്റായ സ്ഥലം. ഞങ്ങളൊരു ക്യാമ്പ് സൈറ്റ് എടുത്തു. ഇലക്ട്രിസിറ്റി ഇല്ല, ഇൻ്റർനെറ്റ് ഇല്ല, ഒരു സാധനമില്ല. ആകെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം ഇതാണ്. ആകാശത്തേക്ക് നോക്കി കഴിഞ്ഞാൽ നക്ഷത്ര നിബിഡമായിട്ടുള്ള സ്കൈ, ഫുള്ള് സ്റ്റാർസാണ്. ക്രിസ്മസ് ട്രീ പോലെയൊക്കെ നമ്മുടെ ക്യാമ്പ് സെറ്റ് അലങ്കരിച്ചു. ടെൻറ്റൊക്കെ പിള്ളേർ തന്നെ മുകളിൽ കയറി സെറ്റാക്കി. ഞാൻ ടെൻറ്റിലെ വിശേഷമൊക്കെ വരുന്ന ദിവസം കാണിക്കാം, വെട്ടമുള്ളപ്പോൾ കാണിക്കാം. അത് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പം നമ്മൾ നമീബിയ, ബോട്സ്വാനയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഫാമിലി ആയിട്ട് ഒന്നിച്ച് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പം അവർക്ക് തന്നെ ഭയങ്കര എന്താ പറയുക എക്സ്പീരിയൻസ്. പിന്നെ ഇങ്ങോട്ടുള്ള വരവും ഹെല്ലിലേക്കുള്ള വരവ് വളരെ റിസ്ക്കി ആയിട്ടുള്ളൊരു യാത്രയായിരുന്നു. ക്യാമ്പിങ്ങിൻ്റെ വിശേഷങ്ങളും ഹെല്ലിലെ ചരിത്രവും ഇവിടുത്തെ എന്തുകൊണ്ട് ഇത് ഹെൽ എന്ന രീതിയിൽ ലോകത്തറിയപ്പെടുന്നെന്നും ഇവിടുത്തെ അവസ്ഥയും ഇവിടെ ഇങ്ങനെ ആൾക്കാർ സർവൈവ് ചെയ്യുന്നതെന്നൊക്കെയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം. അപ്പോൾ ഫുഡ് റെഡിയല്ലേ? പിന്നെ ചായയൊക്കെയോ? കാപ്പി. ഓക്കെ, കാപ്പി, നൂഡിൽസ്. പാത്രം എടുത്തില്ലേ? ഓക്കെ. അപ്പം ഞങ്ങൾ ചെറിയ നമ്മുടെ ക്യാമ്പിങ്ങിൻ്റെതായ ഫുഡും പരിപാടിയൊക്കെ ആയിട്ട് നാളെ കാണുന്നവരെ. പ്ലേറ്റ് എടുക്കാൻ പോയതാണോ? അവിടെയുണ്ടോ പ്ലേറ്റ്? കേട്ടോ. ഓക്കെ.
ഹെല്ലിൻ്റെ അതിർത്തികൾ താണ്ടിയുള്ള യാത്രകൾ നാളെ വരുന്നു. ഇത് തുടക്കം മാത്രമാണ്. ഞങ്ങളുടെ ഇന്നത്തെ അഡ്വഞ്ചർ യാത്രയൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തുടർന്നും ഞങ്ങൾ ഫാമിലി ആയിട്ടുള്ള യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെയും എക്സ്പീരിയൻസ് ഒക്കെ ഞങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇന്ന് വീഡിയോ കണ്ട എല്ലാവർക്കും 1000 നന്ദി. നാളത്തെ വീഡിയോയ്ക്ക് കാത്തിരിക്കുക. നല്ല സൂപ്പർ എക്സൈറ്റിംഗ് വീഡിയോസ് കമ്മിങ്. അപ്പം എല്ലാവരും കാണുന്നവരെ ബൈ ബൈ ഫ്രം ബിയോണ്ട് ദ ബോർഡേഴ്സ്. Bye.